അപ്പോൾ കഴിഞ്ഞ ദിവസം ഗോവിന്ദരാജപട്ടണമൊക്കെ കറങ്ങി രാത്രിയിൽ വന്ന് റൂമിൽ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ എണീറ്റു. നമ്മുടെ സ്ഥിരം PS4 പോയി പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കപിലതീർത്ഥമാണ്. അപ്പോൾ കാളഹസ്തിയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കാളഹസ്തിയിൽ പോയിട്ട് വന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കപിലതീർത്ഥമോ അലമേലു മങ്കാപുരം, അതായത് പത്മാവതി ടെമ്പിൾ, അങ്ങോട്ടേക്കൊന്നും പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കാളഹസ്തി ഒഴിവാക്കാം, തിരിച്ച് ഈ കപിലതീർത്ഥവും പത്മാവതി ക്ഷേത്രവും ദർശിക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമുക്ക് സമയം വളരെ കുറവാണ്. ഉച്ചയ്ക്ക് 3:45 നമ്മുടെ ജയന്തി ജനത. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ വളരെ പെട്ടെന്നൊന്നും എല്ലാം ഒന്ന് കാണാനായിട്ട് പറ്റില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ മുഴുവനും കണ്ട് തീർത്തതിന് ശേഷം വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി ഓടി കുറച്ച് കാണുന്നതിന് പകരം ഒരു സ്ഥലമെങ്കിലും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി പോകുന്നതാണ് എനിക്ക് താല്പര്യമുള്ളത്. അപ്പോൾ ഇതാണ് കപിലതീർത്ഥം, കപാലീശ്വര ടെമ്പിൾ. അറിയാലോ, കപാലീശ്വരം എന്ന് പറഞ്ഞാൽ മഹാദേവനാണ്. ഇവിടെയും പ്രധാന പ്രതിഷ്ഠ മഹാദേവൻ്റെയാണ്. ക്യാഷ് കൊടുത്തു, അനുഗ്രഹം വാങ്ങിച്ചു. ഇതവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ, ഈ ആനയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളത്. വെറുതെ അല്ല, നമ്മൾ ക്യാഷ് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, പണ്ട് 1 രൂപ 5 രൂപയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ആന മേടിക്കില്ല. ആനയെ വരെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവ 10ൻ്റെ തൊട്ടൊക്കെയാണ്. അപ്പോൾ ആദ്യം കപാലീശ്വര, അതായത് കപിലതീർത്ഥത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. മുന്നോട്ട് പോകുമ്പോഴാണ് കപിലതീർത്ഥം, കപാലീശ്വര ക്ഷേത്രം ഉള്ളത്. ഇത് സ്ഥിരം മണ്ഡപമാണെന്ന് തോന്നുന്നു. അതോ ഇനി നമ്മുടെ ഈ തീർത്ഥാടനം പ്രമാണിച്ച് നല്ല ചൂടാണ്. ഞാൻ പറഞ്ഞു, നാട്ടിൽ നല്ല മഴയാണെങ്കിൽ ആന്ധ്രയിൽ മഴ ഒട്ടുമില്ല, നല്ല ചൂടാണ്. ഏകദേശം ഒരു 34-35 ഡിഗ്രിയാണ് താഴെ. പക്ഷേ തിരുമലയിൽ അത്രയും ചൂടില്ല. തിരുമലയിൽ ഒരു 25-26 ഡിഗ്രി. ഇതാണ് കപിലതീർത്ഥം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വേനൽക്കാലമാണെന്ന് തോന്നുന്നു, വെള്ളം ഒട്ടുമില്ല. ആ പാറക്കിടയിലൂടെ വെള്ളം ശക്തമായിട്ട് ഒഴുകും. അതാണ് കപിലതീർത്ഥം എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ആ കുളത്തിൽ മാത്രമേ വെള്ളമുള്ളൂ. അതും ഒരു പച്ച കളർ വെള്ളം, നമ്മൾ സാധാരണ അങ്ങനെ കാണാറില്ല. ആ കുളത്തിന് തന്നെ, വെള്ളത്തിന് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിറം. അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ട്, പോകുന്നവർ ശ്രദ്ധിച്ചിറങ്ങുക. പടികളുടെ നീളവും വീതിയും ഒക്കെ വളരെ വലുതാണ് കേട്ടോ. ഇറങ്ങും തോറും എല്ലാ പടിയും ഒരേപോലെയല്ല. അപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ട് പോയി കുളിക്കുന്നത് അപകടമായി വരുന്നു എന്നറിയുന്നത് കൊണ്ട് അവരിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങോട്ടേക്ക് അവരിറക്കാറില്ല. ഇത് നേരത്തെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഒന്ന് കുളിക്കാം എന്ന് പലരും പറഞ്ഞു. പക്ഷെ ഇവിടെയൊക്കെ കുളിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്, കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട്. ഇവിടെയും വസന്തോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉത്സവം ഒക്കെ നടന്നുകൊണ്ടിരുന്നതായിട്ട് കാണപ്പെടുന്നു. ആ കുളമൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് പോയത്. എല്ലാവരുടെയും കൂടെ ഒരു സെൽഫി. അങ്ങനെ അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പത്മാവതി ക്ഷേത്രം, മങ്കാപുരം, തിരുച്ചെന്തൂർ എന്നും പറയപ്പെടുന്നുണ്ട്. അവിടെയാണ് പത്മാവതി ദേവിയുടെ പ്രതിഷ്ഠ. മാധവം. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ കഴിച്ചു കൂട്ടിയത്. റോഡൊക്കെ നല്ല ഉഗ്രൻ റോഡാണ് കണ്ടോ. ഫ്ലൈ ഓവറിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ ഫ്ലൈ ഓവർ ഏകദേശം 2 വർഷം കൊണ്ടാണ് അവർ സ്പീഡപ്പാക്കി പണിതത്. അങ്ങനെ നമ്മൾ തിരുച്ചെന്തൂർ, അലമേലു മങ്കാപുരം, പത്മാവതി ലക്ഷ്മി കോവിൽ എന്നൊക്കെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്കാണ് കണ്ടോ. ഒരു രക്ഷയില്ല, കാരണം ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ്. ഒരു രക്ഷയില്ല, നല്ല തിരക്കാണ്. അപ്പോൾ അവിടെയും 200-ൻ്റെയും 500-ൻ്റെയും 50-ൻ്റെയൊക്കെ എൻട്രൻസ് ഉണ്ട്. ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 11:30 തൊട്ട് 12:30 വരെ കേട്ടോ, ശ്രദ്ധിക്കണം. 11:30 തൊട്ട് 12:30 വരെ ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യത്തിനായിട്ട് നടയടയ്ക്കും. നമ്മൾ കപിലതീർത്ഥത്തിൽ പോയപ്പോൾ അവിടെയും കറക്റ്റ് 11:30-ക്ക് നമ്മളെത്തി. അപ്പോൾ തന്നെ അവർ ദർശനം നമുക്ക് തന്നു. കാരണം 11:30-ക്ക് നടയടയ്ക്കും. അപ്പോൾ 11:30-ക്കുള്ളിൽ കയറിയവർക്ക് ദർശനം കിട്ടും. അതിന് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയത്. കപിലതീർത്ഥത്തിൽ നിന്നും ഇവിടം വരെ എത്താനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇവിടെ എത്തി
ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് 11:30 12:30 ഇവിടെയും ക്ലോസിങ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റഷ്, അതായത് ഈ 1 മണിക്കൂറുള്ള ആളുകൾ ദർശനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടാകും എന്ന് കരുതി അപ്പോൾ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി. നമുക്ക് ആദ്യം എന്തായാലും 12:30 ആയി, കുട്ടികൾക്കൊക്കെ വിശക്കാനുള്ള ടൈമായി. നമ്മളിപ്പോൾ ദർശനത്തിന് കയറി കഴിഞ്ഞാൽ എന്തായാലും ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആകും. അപ്പോൾ എന്ത് ചെയ്യാം, എന്തായാലും നേരെ അവിടെ തന്നെ അന്നദാന കൗണ്ടറിൽ പോവാം. ഊണ് കഴിഞ്ഞതിന് ശേഷം ഈ നേരെ കാണുന്നതാണ് അന്നപ്രസാദ കൗണ്ടർ. അപ്പോൾ ഊണ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വന്ന് തിരക്കുണ്ടെങ്കിൽ നമുക്ക് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം എന്ന് വിചാരിച്ച് കുട്ടികളും കൂടെ ഉണ്ട്. അപ്പോൾ നേരെ അന്നദാന സെൻറ്ററിലേക്ക് നമ്മൾ പോയി. അവിടെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, താൽക്കാലികമായിട്ടുള്ള ഷെഡേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് പെർമനൻ്റായിട്ട് വലിയ ഷെഡുകൾ പണിയുന്ന തിരക്കാണ്. കണ്ടോ, വലിയ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ കമ്പിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും പോകുന്ന വഴിക്ക് വലിയ തിരക്കില്ല. അകത്ത് കയറി നോക്കാം എങ്ങനെയാണ് തിരക്കെന്നുള്ളത്. പക്ഷെ അകത്ത് കയറിയപ്പോൾ പെട്ടു ഗെയ്സ്, ഭയങ്കര തിരക്കാണ്. കണ്ടോ, നമ്മുടെ തിരുമലയെ പോലെ സ്പീഡപ്പ് അല്ല, ഒരൊറ്റ ഹാളേ ഉള്ളൂ. ഇതാണ് ഹാള്. പരമാവധി ആളുകൾ കയറുന്നുണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുമിച്ചല്ല, അത്യാവശ്യം ഒരു 50 പേരെ കയറ്റും. അവരുടെ ഭക്ഷണം കഴിയും, അപ്പോഴേക്കും അപ്പുറത്തുള്ള 50 പേരുടെ കഴിയും. അങ്ങനെ ഇതായിട്ടാണ്. ഇവിടെ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. നേരെ മറിച്ച് തിരുമലയിലാണെങ്കിലും നമ്മൾ പോകുന്ന ക്യൂവിൽ ഉള്ള ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. ക്യൂ നിൽക്കുന്നില്ല, നല്ല വേഗതയിൽ തന്നെ. കാരണം ഇതുപോലെ വലിയ 4 ഹാളുകളാണ്. ഇവിടെയും വാഴയിലയിൽ തന്നെയാണ് ഭക്ഷണം വിളമ്പുന്നത്. ആദ്യം അവർ, എനിക്ക് തോന്നുന്നു, മധുരം കൊടുത്ത് സ്വീകരിക്കണം എന്നൊരു ആചാരം ഉള്ളത് കൊണ്ടായിരിക്കാം ആദ്യം പായസമാണ് അവർ വിളമ്പുന്നത്. അതിനുശേഷം അവിടുത്തെ ഒരു കറി, പിന്നെ നമുക്ക് തിരുമലയിൽ കിട്ടുന്ന പോലത്തെ ചമ്മന്തി. ഈ 3 ഐറ്റമാണ്. പിന്നെ ചോറ്. ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ചോറ് ഇതാണ് കേട്ടോ, പച്ചരിച്ചോറാണ്. ഈ പുഴുക്കലരിയോ അല്ലെങ്കിൽ ചാക്കരിയോ കുത്തരിയോ അങ്ങനെയുള്ളതൊന്നും കിട്ടില്ല. എല്ലായിടത്തും നമ്മുടെ പച്ചരി തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യം അവർ സാമ്പാറാണ്, അതിനുശേഷം രസം വിളമ്പും, അതിനുശേഷം മോര് വിളമ്പും. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. മഹാത്മാഗാന്ധിയുടെ വേഷം അണിഞ്ഞ ഒരു മധ്യവയസ്കനല്ല, നല്ല വയസ്സെന്ന് അദ്ദേഹം തോന്നിപ്പിക്കുന്നുണ്ട്. ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ചാൺ വയറിന് വേണ്ടിയിട്ട് അദ്ദേഹം വെയിലത്ത്, ഞാൻ പറഞ്ഞു 12:30 1 മണിക്കാണ് നമ്മൾ ഉണ്ണാൻ കയറുന്നത്. അപ്പോൾ ഈ 2-2:30 സമയത്ത്, 2-2:30 മണി സമയത്ത് വെയിലത്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം യാചിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു തൊഴിൽ കണ്ടെത്തി, അതിൽ അദ്ദേഹം അഭിമാനിക്കുന്നു. എല്ലാം കഴിഞ്ഞു. 3:45 തിരിച്ച് ജയന്തി ജനത എന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് മെസ്സേജ് വന്നിരുന്നു, വണ്ടി 5 മണിക്കൂർ ലേറ്റാണ്. 3:45 എത്തേണ്ട വണ്ടി 8:45. റെയിൽവേ പിന്നെയും നമ്മളെ ചതിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ തിരുപ്പതി വരുമ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ കേരള എക്സ്പ്രസ് 12:30 വിടേണ്ട തിരുവനന്തപുരം ന്യൂഡൽഹി എക്സ്പ്രസ് അന്ന് വിട്ടത് 2:30. അവിടെ ചെന്നപ്പോൾ കണ്ടത് ഡബിൾ ഡെക്കർ AC. നമ്മുടെ കേരളത്തിൽ എന്ന് വരുമെന്നറിയില്ല, വന്നാലൊന്ന് യാത്ര ചെയ്യണമെന്നുണ്ട്. ഇടയ്ക്കൊരു ന്യൂസ് കണ്ടായിരുന്നു, പാലക്കാട് വരെ എന്തോ പരീക്ഷണ ഓട്ടം നടത്തിയെന്നുള്ളത്. എന്തായാലും നമ്മുടെ കേരളത്തിൽ പോലൊരു ഡബിൾ ഡെക്കർ വരട്ടെ. അപ്പോൾ വണ്ടി ലേറ്റാണ്. ജയന്തി ജനത 5 മണിക്കൂർ 8:45 എത്താനായിട്ട്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഓൾറെഡി നമ്മളെല്ലാവരും ടയേർഡാണ്. അപ്പോൾ തിരിച്ച് തിരുവല്ലയിൽ രാവിലെ ഫ്രഷ് എയറിലെത്തും എന്ന് വിചാരിച്ചിരുന്നു നമ്മൾ. നാളെ ഇനി എത്ര മണിക്കെത്തും? എന്തായാലും താമസിച്ച് വരുന്ന ട്രെയിനിന് ഒരിക്കലും അതിൻ്റെ സമയം പാലിക്കില്ല. വണ്ടി വരുന്നുണ്ട്, 9 മണിയാകുന്നു, 9:15. അതെ, പിന്നെയും വണ്ടി ലേറ്റാണ്. വണ്ടിയുടെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വണ്ടി വരുന്നു എന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. വണ്ടി വരുന്നുണ്ട്. പിന്നെ തിരുപ്പതിയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, വണ്ടി അടുത്തെത്തുമ്പോൾ മാത്രമേ ഇവന്മാർ അനൗൺസ് ചെയ്യാറുള്ളൂ. നമ്മൾ ഈ ലഗേജും കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ആ സമയത്ത് ഓടണം. സാധാരണ നമ്മൾ ഫ്ലൈ ഓവറിൽ നിൽക്കുകയാണ് പതിവ്. കാരണം 1-ലാണെങ്കിൽ തിരിച്ചിറങ്ങും, 2-ലാണെങ്കിൽ അങ്ങോട്ട് ചാടണം. ഇന്നെന്തായാലും ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് വണ്ടി വരുന്നത് നേരത്തെ അനൗൺസ് ചെയ്തു. തിരിച്ചും AC തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും 5 മണിക്കൂർ എന്നുള്ളത് 5.25 മണിക്കൂർ, 5.5 മണിക്കൂറോളം വൈകിട്ടാണ്
ജയന്തി ജനത തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നത്. യെസ്, നമ്മുടെ കോച്ച് ദാ എത്തി. കോച്ചിലേക്ക് കയറി. കുട്ടികളെല്ലാം തീരെ മതിയും കൊതിയും തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പർ ബർത്താണ്, ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് കൂടി നമ്മുടെ തിരുപ്പതി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രയുമായി വ്ളോഗുമായി ഇനിയും കാണാം. എല്ലാവർക്കും നമസ്കാരം.